ലൈംഗിക കുറ്റകൃത്യത്തിന് കൊട്ടേഷൻ നൽകിയ രാജ്യത്തെ ആദ്യ കേസ് ഇതായിരുന്നു. 2017 ഫെബ്രുവരിയിൽ കേരളത്തെ പിടിച്ചുകുലുക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസ്. 2017 ഫെബ്രുവരി 17-ന് 2 മണിക്കൂറോളം മലയാളത്തിന്റെ മുൻനിര നായികമാരിൽ ഒരാളായ ഒരു നടി കാറിനുള്ളിൽ ആക്രമിക്കപ്പെടുന്നു. തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കാറിൽ വരികയായിരുന്ന യുവനടിയെ പിന്തുടർന്നെത്തിയ ക്രിമിനൽ സംഘം കാറിൽ വച്ച് ആക്രമിക്കുകയും ലൈംഗികമായി ഉപദ്രവിച്ചതിനു ശേഷം ഭീഷണിപ്പെടുത്തി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു. സംഭവം അങ്ങേയറ്റം ഭീകരമായിരുന്നു. എന്നാൽ ഇതിന്റെ ഗതി മാറിയത് ഇതിനെല്ലാം പിന്നിൽ മലയാളത്തിന്റെ ജനപ്രിയ നടനായിരുന്ന ദിലീപാണെന്ന ആരോപണങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോഴാണ്. എന്താണ് അന്നേ ദിവസം രാത്രി സംഭവിച്ചത്? മൊഴികൾ പ്രകാരം നടനും സംവിധായകനുമായ ലാലിന്റെ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ നിന്നും നടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ കാർ വരുന്നു. ഡ്രൈവർ മാർട്ടിനാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഇടയ്ക്കിടെ അയാൾ ആർക്കോ സന്ദേശങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അവരെ പിന്തുടർന്നിരുന്ന ഒരു ട്രാവലർ ഇവരുടെ കാറിന് പിന്നിൽ വന്നിടിക്കുന്നു. പിന്നീട് മാർട്ടിനും ട്രാവലറിൽ വന്ന 2 പേരും പുറത്തേക്കിറങ്ങി എന്തൊക്കെയോ സംസാരിക്കുന്നു. ഇടിച്ചതിനെ തുടർന്നുള്ള തർക്കമായിരിക്കാം എന്ന് കരുതിയ നടിക്ക് തെറ്റി. പെട്ടെന്നായിരുന്നു ട്രാവലറിൽ ഉണ്ടായിരുന്നവർ കാറിന്റെ പിൻസീറ്റിലെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും നടിക്ക് ഇരുവശത്തുമായി ഇരുന്നതും. നടി പരിഭ്രാന്തിയിലായി. മാർട്ടിൻ ഡ്രൈവിംഗ് സീറ്റിലും കയറിയിരുന്നു. ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ വണ്ടി ഓടിത്തുടങ്ങി. നടി ഒച്ച വെച്ചപ്പോൾ ഒരാൾ അവരുടെ വായ പൊത്തിപ്പിടിച്ചു, മറ്റേയാൾ കയ്യിലും. ബലമായി പിടിച്ചിരുന്ന കൈകൾ ഒന്നയഞ്ഞു. നിങ്ങളുടെ ലൈംഗിക വീഡിയോ എടുക്കുക എന്ന കൊട്ടേഷനുമായാണ് എത്തിയതെന്ന് 1-ാം പ്രതിയായ പൾസർ സുനി നടിയെ അറിയിച്ചു. പിന്നെ അവരെ ഭീഷണിപ്പെടുത്തി ലൈംഗികമായി ഉപദ്രവിച്ചു. സഹകരിച്ചില്ലെങ്കിൽ ആവശ്യമുള്ള രീതിയിൽ വീഡിയോ എടുത്ത് കഴിയുന്നതുവരെ ഉപദ്രവിക്കുമെന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തി. പിന്നീട് മാർട്ടിൻ ട്രാവലറിലേക്കും വേറൊരാൾ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്കും എത്തി. കൃത്യമായി പ്ലാൻ ചെയ്തത് പ്രകാരം നടി ആക്രമിക്കപ്പെട്ടു. ആക്രമണത്തിന് ശേഷം വീഡിയോ എല്ലാം കൃത്യമായി പതിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി പൾസർ സുനി വണ്ടിയിൽ നിന്നും ഇറങ്ങി. വീണ്ടും മാർട്ടിൻ തന്നെ കാറിലേക്ക് കയറി. നടനും സംവിധായകനുമായ ലാലിന്റെ അടുത്തെത്തിക്കാൻ നടി കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ലാലിനടുത്തേക്ക് ഓടിയെത്തിയ നടിയെ കണ്ട് ലാലും ഭാര്യയും ഒന്ന് പരിഭ്രാന്തിയിലായി. സംഭവം അറിഞ്ഞ ലാൽ നിർമ്മാതാവ് ആൻഡോ ജോസഫിനോടും DGP ലോക്നാഥ് ബെഹ്റയോടും കാര്യം പറഞ്ഞു. ഭയാനകമായ ഒരു രാത്രിയായിരുന്നു അത്. എന്നാൽ ഭയന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല അവർ. പിന്നീട് പോരാട്ടത്തിന്റെ കഥയായിരുന്നു. നീണ്ട 8 വർഷത്തെ പോരാട്ടത്തിന്റെ കഥ. അന്നത്തെ ആ രാത്രിയുടെ ഭീകരത എത്രത്തോളമാണെന്ന് നടിക്ക് മാത്രമേ അറിയൂ. കാരണം അവരാണ് അനുഭവിച്ചത്. എന്നാൽ ആക്രമണത്തിന് ശേഷം ലാലിന് കാണാനായത് തകർന്നു കിടക്കുന്ന ഒരു പെണ്ണിനെയായിരുന്നു. പിറ്റേന്ന് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ചലച്ചിത്ര പ്രവർത്തകർ ഒന്നടങ്കം ഒത്തുചേർന്നപ്പോൾ സംവിധായകൻ ലാൽ വിങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഒരു ജനതയുടെ രോഷമായി മാറി. അവൾ ഓടിക്കിതച്ചു വന്ന് എന്റെ നെഞ്ചിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ലാൽ ചേട്ട എന്ന അവളുടെ കരച്ചിൽ. ഈ ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളും ഒരുമിച്ച് കരഞ്ഞാൽ പോലും അത്ര ശബ്ദമുണ്ടാവില്ല. ആ ശബ്ദം കേൾക്കാനായിട്ട് നമ്മുടെ അമ്മയ്ക്കോ മകൾക്കോ അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരരുത്, ലാൽ പറഞ്ഞു. ലാലിന്റെ സഹായത്തോടെ നടി നൽകിയ പരാതിക്കുമേൽ അതിവേഗം നടപടിയുണ്ടായി. ആക്രമിക്കപ്പെട്ട നടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വിളിച്ച് സംസാരിച്ച് ധൈര്യം പകർന്നിരുന്നു. ഫെബ്രുവരി 17-ന് രാത്രി ആക്രമിക്കപ്പെട്ട അന്നു തന്നെ നടി പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഫെബ്രുവരി 18-ന് നടിയുടെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ മാർട്ടിൻ ആന്റണി പോലീസ് കസ്റ്റഡിയിലായി. പിന്നാലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡ്രൈവർ പെരുമ്പാവൂർ കോടനാട് സ്വദേശി സുനിൽകുമാർ എന്ന പൾസർ സുനിയാണ് മുഖ്യപ്രതിയെന്ന് വ്യക്തമാകുന്നു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ഫെബ്രുവരി 19, 20, 21 ഒന്നിനു പിറകെ ഒന്നായി ഓരോരുത്തരും അറസ്റ്റിലായി. 2017 ജൂലൈ 10-ന് അതായത് സംഭവം നടന്ന് 5 മാസങ്ങൾക്കിപ്പുറം ദിലീപും അറസ്റ്റിലായി. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലെന്നും ഗൂഢാലോചന 2013-ൽ തന്നെ തുടങ്ങിയെന്നും പോലീസ് കണ്ടെത്തി. ദിലീപ് 85 ദിവസം ആലുവ സബ് ജയിലിൽ കഴിഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ധർമ്മജൻ ബോൾഗാട്ടിയും അന്നത്തെ UDF MLA ആയിരുന്ന അൻവർ സാദത്തും ഉൾപ്പെടെയുള്ളവർ ദിലീപിന് വേണ്ടി സംരക്ഷണമൊരുക്കാൻ മുന്നിലുണ്ടായിരുന്നു എന്നതും നമ്മൾ മറന്നു പോകരുത്. ദിലീപ് ഉൾപ്പെടെ 10 പ്രതികളാണ് കേസിലുള്ളത്. പൾസർ സുനിയാണ് 1-ാം പ്രതി. മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ്, ചാർലി തോമസ് എന്നിവരാണ് 2 മുതൽ 7 വരെ പ്രതികൾ. ദിലീപ് 8-ാം പ്രതിയാണ്. സനിൽകുമാർ 9-ാം പ്രതിയും ദിലീപിന്റെ സുഹൃത്ത് G ശരത് 10-ാം പ്രതിയുമാണ്. പോരാടാൻ തന്നെ തീരുമാനിച്ച അതിജീവിതയുടെ കൂടെ സംസ്ഥാന സർക്കാർ ഉറച്ചുനിന്നു. ആക്രമണമുണ്ടായ ഉടൻ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ സർക്കാർ രൂപീകരിച്ചിരുന്നു. ഇതിനിടെ അതിജീവിത കോടതിയിൽ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. 2012 മുതൽ ദിലീപ് തന്നോട് വിരോധം വെച്ചു പുലർത്തി.
കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരെ താൻ അറിയിച്ചതാണ് ദിലീപിന്റെ വൈരാഗ്യത്തിന് കാരണം. എനിക്കെതിരെ നിന്നവരൊന്നും സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് ദിലീപ് ഭീഷണി മുഴക്കിയതായും നടി മൊഴി നൽകി. ദിലീപിന്റെ ആദ്യ പങ്കാളി മഞ്ജു വാര്യർ ഉൾപ്പെടെ 355 പേരുടെ മൊഴിയെടുത്തു. വിചാരണയ്ക്കിടെ 28 പേർ മൊഴി മാറ്റി പറഞ്ഞു. 2021 ഡിസംബറിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ രംഗത്തെത്തിയതും നിർണായകമായി. കോടതിയുടെ കസ്റ്റഡിയിലുള്ള ദൃശ്യങ്ങൾ ദിലീപിന്റെ പക്കൽ ഉണ്ടായിരുന്നെന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു. 2025 ഏപ്രിൽ 3-ന് കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപാണെന്ന് പൾസർ സുനി തുറന്നു പറയുന്ന വീഡിയോ പുറത്തുവന്നു. ആദ്യം പൾസർ സുനി പറഞ്ഞത് ഒരു മാഡം തന്ന കൊട്ടേഷനാണിതെന്നായിരുന്നു. കേസ് ചർച്ചയായപ്പോൾ മാഡത്തിനെ അന്വേഷിച്ചും പാരലൽ തിരച്ചിൽ നടത്തി കേരളം. അതുപോലെ അവനെ പൂട്ടണം എന്ന പേരിൽ വ്യാജ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ഇത് ദിലീപിനെ തകർക്കാൻ ആരൊക്കെയോ ചെയ്ത പണിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് ദിലീപ് വാദിച്ചു. എന്നാൽ ഈ കള്ളങ്ങളെല്ലാം പൊളിക്കുന്ന കണ്ടെത്തലുകൾ പോലീസ് നടത്തി. ഈ ഗ്രൂപ്പിന് പിന്നിൽ ദിലീപ് തന്നെയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ദിലീപിന്റെ അറസ്റ്റ് മലയാള സിനിമയിലെ അധികാര ശ്രേണിയെ പിടിച്ചുകുലുക്കി. താരസംഘടനയായ അമ്മയിൽ വിള്ളലുകളുണ്ടായി. ദിലീപിനെ പുറത്താക്കി. അമ്മയിൽ നിന്ന് ചില വനിതാ ചലച്ചിത്ര പ്രവർത്തകർ രാജിവെക്കുകയും ചെയ്തു. വർഷങ്ങളായി മലയാള സിനിമാ ലോകത്ത് നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയുടെയും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരാൻ തുടങ്ങി. അവിടെയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന ശക്തമായ കൂട്ടായ്മ പിറക്കുന്നത്. മലയാള സിനിമയിലെ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പിറവിയായിരുന്നു അത്. സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ തുറന്നു സംസാരിക്കാൻ പലരും മുന്നോട്ട് വന്നു. സംഭവം നടന്ന് 8 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതകൾ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നു. എല്ലാ സിനിമാ സെറ്റുകളിലും ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശമുണ്ടായി. പാർവതി തിരുവോത്ത്, റിമ കല്ലിങ്കൽ, രേവതി തുടങ്ങിയ നടിമാരും വനിതാ സംവിധായകരുമെല്ലാം സമൂഹത്തിലെ ആൺമേൽക്കൊയ്മയുടെ പ്രൊഡക്റ്റുകളാൽ പിച്ചു ചീന്തപ്പെട്ടു. എന്നാൽ അവരോ നടിയോ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഈ പോരാട്ടത്തിൽ അതിജീവിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകിയ പിന്തുണ ചെറുതല്ല. ആക്രമണമുണ്ടായ ഉടൻ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിളിച്ച് പിന്തുണ നൽകി. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിരുന്നു ഹേമ കമ്മിറ്റി. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമവും വിവേചനവും പഠിക്കാനായി 2017 ജൂലൈയിൽ സർക്കാർ ഈ കമ്മിറ്റിയെ രൂപീകരിച്ചു. 2024 പുറത്തുവന്ന റിപ്പോർട്ട് മലയാള സിനിമയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. 8 വർഷം നീണ്ട നിയമ പോരാട്ടം, മലയാള സിനിമയെ ഒന്നാകെ മാറ്റിമറിച്ച കേസ്, നീതിക്ക് വേണ്ടി അതിജീവിത നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടം. ഈ ചരിത്രപരമായ കേസിനാണ് നാളെ ക്ലൈമാക്സ് ആകുന്നത്. സത്യം വിജയം കാണുമോ? കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.